അവന്റെ പുറകിൽ നിന്നൊരു ശബ്ദം. എന്തായിരിക്കും വെച്ച ഭക്തിയാ? കത്തനാൽ മൃഗം ആണി അടിക്കുന്ന കഥയാണ് പറയാൻ നിൽക്കണം. ഒരു കഴിവ് കളി കേട്ടോ. മതിയടാ, ഓരോ നേരം കളിക്കണം. മനുഷ്യന് ബോറടിക്കാൻ പറഞ്ഞു. എനിക്ക് ബോറടിക്കും. ആടാ പുതിയ ഗെയിം ഇടും ഇവൻ ജയിക്കും, പിന്നെയും കളിക്കും ഇവൻ തന്നെ ജയിക്കും. ബോറടിക്കുകയില്ല. പക്ഷെ അന്നത്തെ മരം ഓർഡർ ചെയ്യും. ഇന്നലെ വാങ്ങിച്ച മന്തി ഉണ്ടല്ലോ, ഇനി 5 പേർക്ക് കഴിക്കുക. ഈ ചിക്കൻ ഇല്ല, മയണസിട്ട് നക്കടാ. ന്യൂ ഇയർ ആകെ ഇനിയുണ്ടായ അതുവരെ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? ചീട്ടുകളി, ശോകം, കിസേപ്പി, ഇരുട്ടത്ത പൊത്തിക്കളി, കുത്തിയിട്ട് നീ ഈ ലൂഡോ പോടും. അവൻ എന്ത് പറഞ്ഞാലും നെഗറ്റീവ് ആണല്ല. എന്നാ നീ ഒരെണ്ണം പറ. നമുക്ക് എന്നാലേ അത് പറഞ്ഞ് കളിച്ചാല പേയ്ക്കഥ, പ്രേതം നല്ല ടോപ്പിക്കാണ്. അതാകുമ്പോൾ സമയം എൻ്റെ അടുത്തൊരു കിടക്കാച്ചി കഥയുണ്ട്. എൻ്റെ പൊന്നു സ്വരെ, മറ്റേ പ്രേതം വെള്ളസാരി കൊടുത്ത് ചുണ്ണാമ്പി ചോദിച്ചിട്ട് മറ്റേ കത്തനാൽ മൃഗം ആണി അടിക്കുന്ന കഥയാണ് പറയാൻ നിൽക്കണം. അല്ലെ, ആ പ്രേതക്കഥയല്ല, ദൈവക്കഥയാണ്. ഭക്തിയാ? ഭക്തിയല്ല, ഭയമാണ്. അവിടെ സംഭവം ഇത്രയേ ഉള്ളൂ. എനിക്ക് നാട്ടിലൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, മനോജ്. ഞങ്ങളുടെ നാട്ടിൽ അമ്പലത്തിൽ വേല ദിവസമാണ് ഇവൻ ആദ്യമായിട്ട് ഈ സംഭവം ഉണ്ടാവും. വേലയൊക്കെ കഴിഞ്ഞിട്ട് ഇവൻ രാത്രി ഒറ്റയ്ക്ക് നടന്നു വരികയായിരുന്നു. മൊത്തം നിശബ്ദത മാത്രം. പെട്ടെന്ന് അവന്റെ പുറകിൽ നിന്നൊരു ശബ്ദം. ചിലും ചിലും ചിലും. ആദ്യം ഞാൻ വിചാരിച്ചത് എൻ്റെ പോക്കറ്റ് ചില്ലറ കളിക്കുന്നതാണ്. തിരിഞ്ഞു നോക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായത്. തിരിഞ്ഞു നോക്കിയപ്പോൾ ആരുമില്ല. എവിടെ പോയാലും ഈ ഒച്ച എന്നെ ഫോളോ ചെയ്ത് വരിക. അത് പറയുമ്പോൾ ഇപ്പോഴും രോമം അണിയിട്ടിരിക്കും. എന്നാലും എന്തായിരിക്കും വെച്ച? ആ ചോദ്യത്തിനൊന്നും ഇതുവരെ ആരും ഉത്തരം കണ്ടുപിടിച്ചില്ലടാ. ഈ കോയിൻ എടുത്താൽ മതി. എടാ, അത് അങ്ങനെയാണ്. അവന് നടന്നതുപോലെ നമുക്ക് എല്ലാവർക്കും നടന്നിട്ടുണ്ടാവും. നമ്മൾ ആരും ശ്രദ്ധിച്ചിട്ടില്ല. എന്തിന്? എനിക്ക് വരെ നടന്നിട്ടുണ്ടോ അങ്ങനെ ഒരു സംഭവം?